അപ്പോൾ ഗൈസ് 2026 എങ്ങനെ നമുക്ക് മീഷോയിൽ പുതിയ രീതിയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, മീഷോയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ എങ്ങനെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം, കൂടാതെ മീഷോ ഡൊമൈൻ എങ്ങനെ മേടിക്കാം. നേരെ വീഡിയോയിലേക്ക് കടക്കാം. Are you watch fast time my YouTube channel? Please subscribe and bell icon on for latest video is coming. ഗൈസ്, അതിന് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ മീഷോയിൽ എങ്ങനെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാം പുതിയൊരു മെത്തേഡുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് മനസ്സിലാക്കാം. മീഷോയിൽ ഇതുവരെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നിങ്ങളെ മീഷോയിലെ വെബ്സൈറ്റിൽ തന്നെ ഡൊമിനായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ആഡ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടോ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ന്യൂ മെത്തേഡ്. ഡ്രോപ്പ് ഷിപ്പിങ്ങിനും കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ബെല്ലൈക്കണും ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓൺലൈൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഓൺലൈൻ ജോബുകളെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്യുക, മീഷോയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് മീഷോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്, ഓൾറെഡി ഉള്ളവരുണ്ടാവും, ഇനി അതില്ലാത്തവർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. കേസ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ബോർഡ്, വെബ്സൈറ്റ് ബിൽഡർ എന്നൊക്കെ ഈ കൊമേഴ്സ് ബിൽഡർ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഡൊമിൻസ് എന്ന് കാണാൻ കഴിയും. ഡൊമിൻസ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മളൊരു ഡൊമിന് മേടിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ പോവാം. വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡാഷ്ബോർഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡാഷ്ബോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് വരിക. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇൻസ്റ്റന്റ് വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കഴിയും. ഗൈസ്, ഇൻസ്റ്റന്റ് വെബ്സൈറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വെബ്സൈറ്റ് ബിൽഡർ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അതല്ല നമുക്ക് മീഷോയുടെ വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. ഇതിൽ നമുക്ക് പറ്റിയൊരു വെബ്സൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ ഇവിടെ ഫ്രീ ടെംപ്ലേറ്റ് എന്ന് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എല്ലാ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ വെബ്സൈറ്റ്, ഈ ഡൊമിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇ കൊമേഴ്സ് ബിൽഡർ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വെബ്സൈറ്റ് കാണാൻ കഴിയും. 2 ശൈലിയിലുള്ള വെബ്സൈറ്റ് കാണാൻ കഴിയും. ഒന്ന് ഇ കൊമേഴ്സ് വിത്ത് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിന്, അതുപോലെ തന്നെ ഇവിടെ കാണാൻ കഴിയും ഇ കൊമേഴ്സ് വിത്ത് മീഷോ. ഇതാണ് നമുക്ക് വേണ്ടത് ഡ്രോപ്പ് ഷിപ്പിങ്ങിന് ഗൈസ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സെലക്ട് ആൻ ഓപ്ഷൻ എന്ന് കാണാൻ കഴിയും. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വെബ് സ്റ്റോറിന് പറ്റിയൊരു ഇമെയിൽ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഉള്ള ഇമെയിൽ ID ആയാലും മതി. പക്ഷേ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേര് ഏകദേശം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴത്ത് കാണാൻ കഴിയും ട്വിക്കി സ്റ്റോർ എന്ന് കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കുക. അതായത് നിങ്ങളെ സ്റ്റോറിനൊരു പേരുണ്ടാവുമല്ലോ,
ഒരു മൈ സ്റ്റോറിന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിൽ തുടങ്ങണമെന്ന് വെച്ചാൽ ആ ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു ഒരു സ്റ്റോറിൻ്റെ പേര് തന്നെ നമുക്കൊന്നുകൂടി ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ലെറ്ററിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം കണക്റ്റ് എന്ന് കൊടുക്കുക. കണക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള സംഭവം വരുന്നതാണ്. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വെബ്സൈറ്റിന് ഒരു പേരും ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങളിവിടെ കോഴ്സ് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീഷോന്റെ കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് ഇതിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് പർച്ചേസർ എന്ന് കാണാം ഏറ്റവും മുകളിൽ. ഞാനിത് ഈ ഒരു ഡൊമൈന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാൻ നമുക്ക് 1000 ഒരു പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ 499 ഒരു പ്ലാനും ഉണ്ട്. പെർ മന്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മേടിക്കാം. ഇവിടെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. 2500 പ്ലസ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പേഴ്സ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആൻഡ് ഐഫോണ്, വാട്സപ്പ് സപ്പോർട്ട്, പിന്നെ പേയ്മെന്റ് UPI, ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം അക്സെപ്റ്റ് ആണ്. പിന്നെ സപ്പോർട്ട് ഗ്യാരണ്ടി 7 ഡേ സപ്പോർട്ട് ഗ്യാരണ്ടി ആണ്. ഇവിടെ മീഷോ വെബ്സൈറ്റ്, ഇ കൊമേഴ്സ്യൽ വെബ്സൈറ്റ് പ്ലസ് മീഷോ ഇന്റഗ്രേഷൻ പ്ലസ് ഫുൾ സെറ്റപ്പ് എന്ന് കാണാൻ കഴിയും. നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹൗ ടു യൂസ് എന്ന് കാണാൻ കഴിയും. ഇതിൽ ഓരോന്നും ഈ കോഴ്സ്, ഈ 6 കോഴ്സ് ഗൈസ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുന്ന കോഴ്സുകളാണ്. ജസ്റ്റ് ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പ്ലേ ആവും. മലയാളത്തിലാണ്. വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബ്രാൻഡിലുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബ്രാൻഡിലുള്ള ഒരു വെബ്സൈറ്റ്. അങ്ങനെ ഈ 6 നമുക്ക് ഫ്രീ ആയിട്ട് മലയാളത്തിൽ ഓരോന്ന് കേട്ടിട്ട് ഓരോന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് പ്രകാരം നമുക്ക് നമ്മളെ ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഹൗ ടു ക്രിയേറ്റ് എ സ്റ്റോർ വിത്ത് ക്വിക്കി എന്ന് കാണാൻ കഴിയും. രണ്ടാമത്തത് ഹൗ ടു അപ്ഡേറ്റ് ബ്രാൻഡ് നെയിം ആൻഡ് ലോഗോ. നമ്മുടെ ആ ഒരു വെബ്സൈറ്റിന് ലോഗോ, ഒരു ബാനർ, കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പറയുന്ന പോലെ മനസ്സിലാക്കിയെടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഉണ്ടാവും ക്രിയേറ്റ് കാറ്റഗറീസ് ആൻഡ് സബ് കാറ്റഗറി. എന്ത് ഐറ്റത്തിൽ എന്ത് കാറ്റഗറിയിൽപ്പെട്ട ഐറ്റാണ് നമുക്ക് ഈ വെബ്സൈറ്റിൽ സെല് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ കണക്ട് മീഷോ അക്കൗണ്ട് ആൻഡ് ആഡിങ് പ്രൊഡക്റ്റ് കണ്ടോ. നമുക്ക് മീഷോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീഷോ ആപ്പുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് കാണാൻ കഴിയും. ഓർഡർ ആൻഡ് പ്രോസസ്സിങ്, മാർജിന്, പേയ്മെന്റ്. അതായത് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതും അതിലെത്ര നമ്മൾ മാർജിൻ കൊടുക്കേണ്ടതും പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ചെയ്യേണ്ട രീതി. അതുപോലെ തന്നെ ഹൗ ടു കണക്ട് കസ്റ്റം ഡൊമിനി, എങ്ങനെ നമ്മുടെ ഡൊമിനി ചേഞ്ച് ചെയ്യേണ്ടത്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു വീഡിയോസിൽ, ഈ 6 വീഡിയോസ് ഫ്രീ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അവിടുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യാം. ഡൊമിനി നിങ്ങൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അടിപൊളിയാണ് ഗൈസ്.